മഴത്തോട് മുൻപേലെ പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വൈജയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് ചോദിക്കുകയാണ്, ഞാനല്ലാതെ ബാലചന്ദ്രൻ്റെ കാര്യം ആരും നോക്കാനാണെന്ന് ചോദിക്കുന്നു. പിന്നെയാണെങ്കിൽ ഇവരെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കാറിൽ വെച്ചാണെങ്കിൽ ബാലചന്ദ്രനാണെങ്കിൽ മോളുടെ കൃഷ്ണടുത്താണെന്ന് തോന്നുന്നു പറയുന്നത്, ഈ രണ്ടാം ജന്മം എങ്ങനെ ജീവിച്ച് തീർക്കുമെന്ന് ആലോചിക്കുകയാണെന്ന് പറയാണ്. ഒത്തിരി ദൂരം താണ്ടി ഇങ്ങി പോരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്. അങ്ങനെ അവരവിടെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ അലീന വളരെ സന്തോഷത്തോടെ വന്ന് കഥ തുറക്കുന്നുണ്ട്. വൈജയന്തിയുടെ മുഖത്ത് അന്നേരവും ദേഷ്യഭാവമാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോകുന്നു. നമ്മുടെ കൃഷ്ണമോളാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ അകത്തെത്തി ബാലചന്ദ്രൻ അങ്ങനെ മുറിയിലേക്ക് വന്ന് വളരെ വിഷമത്തോടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് വൈജയോട് പറയുകയാണ്, ഇത് ഇന്ന് മുതൽ എൻ്റെ ബെഡ്റൂമല്ല. അപ്പോൾ വൈജുവൊക്കെ പിന്നെ ആരുടെയാ, ഇത് നിൻ്റെ മാത്രം ബെഡ്റൂമാണെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ നിൽക്കുന്നു. അപ്പം നമ്മുടെ ബാലചന്ദ്രൻ പറയാണ്, ഈ വീട് നിൻ്റെ അച്ഛൻ കൈതക്കൽ കുഞ്ഞിരാമൻ വെച്ച വീടല്ല, ഇത് എൻ്റെ വീടാണ്. ഞാനാണ് അപ്പോൾ തീരുമാനിക്കുന്നത് ഇവിടെ ആരൊക്കെ ഏതൊക്കെ റൂമിൽ കിടക്കണമെന്നും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ബാലചന്ദ്രനെയും കൊണ്ട് മുകളിലേക്ക് പോകുന്നതാണ്. ഇതൊക്കെ കണ്ട് വളരെ വിഷമിച്ചും ദേഷിച്ച് നിൽക്കുന്ന വൈജയും അതേപോലെ എന്തോന്ന് മനസ്സിലാകാൻ നിൽക്കുന്ന അലീനയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. പ്രൊമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.